ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗം ഗണപതേ നമഃ. സംസരസ്വത്यै നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഏറ്റുമാനൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദശമസ്കന്ധേ ഏകോനചത്വാരിംശത്തമോऽധ്യായ. ശ്രീശുക ഉവാച. സുഖോപവിഷ്ട പര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥാൻ സർവാൻ പതിയാൻ സചകാരഃ. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാപി തത്പരാ രാജൻ നഹി വാഞ്ചന്തി കിഞ്ചന. സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുത സുഹൃത്സുവൃത്തം കംസസ്യ പപ്രച്ഛാന്യച്ചികീർഷിതം. ശ്രീഭഗവാനുവാച. താത സൗമ്യാഗത കച്ചിത് സ്വാഗതം ഭദ്രമസ്തു വ അഭിസ്വജ്ഞാതിബന്ധൂനാമനമീവ മനാമയം. കിം नु न കുശലം പൃച്ഛേ ഏധമാനേ കുലാമയേ കംസേ മാതുലനാമ്യംഗ സ്വാനാം നസ്തത്പ്രജാസു ച. അഹോ അസ്മദഭൂത് ഭൂരി പിത്രോർവൃജിനമാര്യയോ യദ്ധേദോ പുത്രമരണം യദ്ധേദോർബന്ധനം തയോ. ദിഷ്ട്യാദ്യ ദർശനം സ്വാനാം മഹ്യം വ സൗമ്യകാംക്ഷിതം സഞ്ജാതം വർണ്യതാം താതാ തവാഗമന കാരണം. ശ്രീശുക ഉവാച. പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവ വൈരാനുബന്ധം യദുഷു വസുദേവവധോദ്യമം. യത്സന്ദേശോ യദർത്ഥം വാ ദൂത സംപ്രേഷിതഃ സ്വയം യദുക്തം നാരദേനാസ്യ സ്വജന്മാനകദുന്ദുഭേ. ശ്രുത്വാ ക്രൂരവചഃ കൃഷ്ണോ ബലശ്ച പരവീരഃ പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാദിഷ്ടം വിജജ്ഞതു. ഗോപാൻ സമാദിശത്സോപി ഗൃഹ്യതാം സർവഗോരസ ഉപായനാനി ഗൃഹീധ്വം യുജ്യന്താം ശകടാനി ച. യസ്യാമശ്വോ മധുപുരീം ദാസ്യാമോ നൃപതേ രസാൻ ദ്രക്ഷ്യാമ സുമഹത്പർവ യാന്തി ജാനപദാ കില. ഏവമാഘോഷയത് ക്ഷത്രാ നന്ദഗോപ സ്വഗോകുലേ. ഗോപ്യസ്താസ്തദുപശ്രുത്യ ബഭൂവുർവ്യഥിതാ ഭൃശം രാമകൃഷ്ണൗ പുരീം നേതുമക്രൂരം വ്രജമാഗതം. കാശ്ചിത്തത്കൃതഹൃത്താപശ്വാസംമ്ലാനമുഖശ്രിയ സ്രംസദ്ദുകൂലവലയ കേശഗ്രന്ഥ്യശ്ച കാശ്ചന. അന്യാശ്ച തദനുധ്യാന നിവൃത്താശേഷവൃത്തയ നാഭ്യജാനന്നിമം ലോകമാത്മലോകം ഗതാ ഇവ. സ്മരന്ത്യശ്ചാപരാ ശൗരേരനുരാഗസ്മിതേരിതാ ഹൃദി സ്പൃശശ്ചിത്രപദാ ഗിര സമ്മുമുഹു സ്ത്രിയ. ഗതിം സുലളിതാം ചേഷ്ടാം സ്നിഗ്ധഹാസാവലോകനം ശോകാപഹാനി നർമാണി പ്രോദ്ധാമചരിതാനി ച. ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാ വിരഹകാതരാഃ സമേതാഃ സംഘശ പ്രോചുരശ്രുമുഖ്യോച്യുതാശയാഃ. ഗോപ്യ ഊചു. അഹോ വിധാതസ്തവ ന ക്വചിദ്ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിന. താംശ്ചാകൃതാർത്ഥാൻ വിയുനക്ഷ്യ പാർത്ഥകം വിക്രീഡിതം തേർഭകചേഷ്ടിതം യഥാ. യസ്ത്വം പ്രദർശ്യാസിതകുന്തളാവൃതം മുകുന്ദവക്ത്രം സുഖപോലമുന്നസം ശോകാപനോദസ്മിതലേശസുന്ദരം കരോഷി പാരോക്ഷ്യമസാധു തേ കൃതം. ക്രൂരസ്ത്വമക്രൂരസമാഖ്യയാസ്മനശ്ചക്ഷുർഹി ദത്തം ഹരസേ ബദാജ്ഞവത് യേനൈകദേശേഖില സർഗസൗഷ്ഠവം ത്വദീയമദ്രാക്ഷ്മവയം മധുദ്വിഷ. നനന്ദസൂനു ക്ഷണഭംഗസൗഹൃദ സമീക്ഷതേന സ്വകൃതാതുരാബദ. വിഹായ ഗേഹാൻ സ്വജനാൻ സുതാൻ പതീൻ തദ്ദാസ്യമദ്ധോപഗതാ നവപ്രിയ. സുഖം പ്രഭാതാരജനീയമാശിഷ സത്യാ ബഭൂവു പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം വ്രജസ്പദേ
പാസ്യന്ത്യപാങ്കോത്കലിതസ്മിതാസവം. താസാം മുകുന്ദോ മധുമഞ്ജുഭാഷിതൈ ഗൃഹീതചിത്തപരവാന്മനസ്വ്യപി കഥം പുനർന പ്രതിയാസ്യതേ ബലാ ഗ്രാമ്യാ സലജ്ജസ്മിതവിഭ്രമൈർഭ്രമൻ. അദ്യ ധ്രുവം തത്ര ദൃശോ ഭവിഷ്യത്തെ ദാശാർഹഭോജാന്ധകവൃഷ്ണിസാത്വതാം മഹോത്സവ ശ്രീരമണം ഗുണാസ്പദം ദ്രക്ഷ്യന്തി യേ ചാധ്വനി ദേവകീസുതം. മൈതദ്വിധസ്യാകരുണസ്യ നാമ ഭൂതക്രൂര ഇത്യേതദീവ ദാരുണ. യോസാവനാശ്വാസ്യ സുദുഃഖിതം ജനം പ്രിയാത് പ്രിയം നേഷ്യതി പാരമധ്വന. അനാർദ്രധീരേഷ സമാസ്ഥിതോ രഥം തമന്വമീചത്വരയന്തി ദുർമദാഃ. ഗോപാ അനോഭി സ്ഥവിരൈരുപേക്ഷിതം ദൈവം ച നോദ്യ പ്രതികൂലമീഹതേ. നിവാരയാമഃ സമുപേത്യ മാധവം കിം നോ കരിഷ്യൻ കുലവൃദ്ധബാന്ധവാഃ. മുകുന്ദസംഗാൻ നിമിഷാർദ്ധദുസ്ത്യജാദ് ദൈവേന വിധ്വംസിതദീനചേതസാം. യസ്യാനുരാഗലളിതസ്മിതവൽഗുമന്ത്രലീലാവലോകപരിരംഭണരാസഗോഷ്ഠ്യാം നീതാസ്മന ക്ഷണമിവ ക്ഷണദാവിനാഥം ഗോപ്യ കഥം ന്വതിത്തരേമ തമോ ദുരന്തം. യോന്നക്ഷയേ വൃജമനന്തസഖ പരീതോ ഗോപൈർവിശൻ ഖുജരജച്ഛുരിതാളകസ്രക്. വേണും കുണൻ സ്മിത കടാക്ഷ നിരീക്ഷണേന ചിത്തം ക്ഷിണോത്യമുമൃതേനു കഥം ഭവേമ. ശ്രീശുക ഉവാച ഏവം ബ്രുവാണാ വിരഹാതുരാഭൃശം വ്രജസ്ത്രിയ കൃഷ്ണവിഷക്തമാനസാഃ. വിസൃജ്യ ലജ്ജാം രുരുദുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി. സ്ത്രീണാമേവം രുദന്തീനാമുദിതേ സവിതര്യഥ അക്രൂരശ്ചോദയാമാസ കൃതമൈത്ര്യാദികോരഥം. ഗോപാസ്തമന്വസജ്ജന്ത നന്ദാദ്യാഃ ശകടൈസ്തദ ആദായോപായനം ഭൂരി കുംഭാൻ ഗോരസസംഭൃതാൻ. ഗോപ്യശ്ച ദൈതം കൃഷ്ണമനുവ്രജ്യാനുരഞ്ജിതാഃ പ്രത്യാദേശം ഭഗവത കാക്ഷ്യന്തശ്ചാവതസ്ഥിരേ. താസ്തഥാ തപ്യതീർവീക്ഷ്യ സ്വപ്രസ്ഥാനേ യദൂത്തമഃ സാന്ത്വയാമാസ സപ്രേമൈരായാസ്യ ഇതി ദൗത്യകൈഃ. യാവദാലക്ഷ്യത്തെ കേതുർയാവദ്രേണൂരഥസ്യ ച അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനീവോപലക്ഷിതാഃ. താ നിരാശാ നിവവൃതുർഗോവിന്ദ വിനിവർത്തനേ വിശോകാ അഹനീ നിന്യുർഗായന്ത്യ പ്രിയചേഷ്ടിതം. ഭഗവാനപി സംപ്രാപ്തോ രാമാക്രൂരയുധോ നൃപ രഥേന വായുവേഗേന കാളിന്ദീം അഘനാശിനീം. തത്രോപസ്പൃശ്യ പാനീയം പീത്വാ മൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡമുപവ്രജ്യ സരാമോ രഥമാവിശത്. അക്രൂരസ്താവുപാമന്ത്ര്യ നിവേശ്യ ചരഥോപരി കാളിന്ദ്യാഹൃതമാഗത്യ സ്നാനം വിധിവദാചരത്. നിമജ്യ തസ്മിൻ സലിലേ ജപൻ ബ്രഹ്മസനാതനം താവേവ ദദൃശേ ക്രൂരോ രാമകൃഷ്ണൗ സമന്വിതൗ. തൗ രഥസ്ഥൗ കഥമിഹ സുധാവാനകദുന്ദുഭേ തർഹി സ്വിത്സ്യന്തനേനസ്ത ഇത്യുന്മജ്യ വ്യജഷ്ടസ. തത്രാപി ച യഥാ പൂർവമാസീനൗ പുനരേവ സ ന്യമജ്ജദ്ദർശനം യന്മേ മൃഷാ കിം സലിലേ തയോഃ. ഭൂയസ്തത്രാപി സോദ്രാക്ഷീത് സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണഗന്ധർവൈരസുരൈർനദകന്ധരൈഃ. സഹസ്രശിരസം ദേവം സഹസ്രഫണമൗലിനം നീലാംബരം ബിസശ്വേതം ശൃംഗൈ ശ്വേതമിവ സ്ഥിതം. തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മപത്രാരുണേക്ഷണം. ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം സുഭ്രൂന്നസം ചാരുകർണം സുഖബോലാരുണാധരം. പ്രലംബപീവരഭുജം തുംഗാം സോരസ്ഥലശ്രിയം കമ്പുകണ്ഠം നിമ്നനാഭിം വലിമത് പല്ലവോദരം. ബൃഹത്കടിതടശ്രോണികരഭോരുദ്വയാന്വിതം
ചാരുജാനുയുഗം ചാരുജംഘായുഗള സംയുതം തുംഗഗുൽഫാരുണനഖവ്രാതദീധിതിഭിർവൃതം നവാങ്കുല്യങ്കുഷ്ടദളൈർവിലസത്പാദപങ്കജം സുമഹാർഹമണിവ്രാത കിരീടകടകാംഗദൈः കടിസൂത്രബ്രഹ്മസൂത്ര ഹാരനൂപുരകുണ്ടലൈः ഭ്രാജമാനം പത്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭം വനമാലിനം സുനന്ദനന്ദപ്രമുഖൈ പാർഷദൈ സനകാദിഭിः സുരേശൈർബ്രഹ്മരുദ്രാദ്യൈർനവഭിശ്ച ദ്വിജോത്തമൈः പ്രഹ്ലാദനാരദവസുപ്രമുഖൈർഭാഗവതോത്തമൈः സ്തൂയമാനം പൃഥക് ഭാവൈർവചോഭിരമലാത്മഭിः ശ്രിയാ പുഷ്ട്യാ ഗിരാ കാന്ത്യാ കീർത്യാ തുഷ്ട്യേളയോർജയാ വിദ്യയാ ശക്ത്യാ മായയാ ച നിഷേവിതം വിലോക്യ സുഭൃശം പ്രീതോ ഭക്ത്യാ പരമയായുധ ഹൃഷ്യത്തനൂരുഹോ ഭാവ പരിക്ലിന്നാത്മലോചന ഗിരാഗദ്ഗദയാ സ്തൗഷീത് സത്വമാലംബ്യ സാത്വത പ്രണമ്യ മൂർധ്നാവഹിത കൃതാഞ്ജലിപുടഃ ശനൈഃ. ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരപ്രതിയാനേ ഏകോനചത്വാരിംശത്തമോऽധ്യായ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്വദീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീം ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങൾക്കെല്ലാം നമസ്കാരം. ശ്രീമൽ ഭാഗവതത്തിലെ ഏറ്റവും പരിപക്വമായ പ്രധാനമായ ദശമസ്കന്ധം, അതിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മോഹനമായ വൃന്ദാവന ലീലകൾ ശ്രീ ശോഭ്രമഹർഷി പരീക്ഷിത്ത് എന്ന ജീവനിൽ കൂടി ലോകത്തിന് മുഴുവനും കാണിച്ചു കൊടുക്കുന്നു. ഈശ്വരനെ മനുഷ്യൻ സൃഷ്ടിച്ചതാണെങ്കിൽ ആ സൃഷ്ടിയുടെ പുണ്യപരിഭാഗമാണ് ശ്രീകൃഷ്ണൻ. നമുക്കറിയാം, ശ്രീകൃഷ്ണ ലീലകൾ ധാരാളം കേട്ട് മനസ്സിലുറപ്പിച്ച നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ വിശ്വപ്രേമ ദർശനം, അക്ഷോഭ്യത, അനാസക്തി, അമാനുഷികത, അഭൗമം, ആശ്ചര്യം, അവിടുത്തെ സ്നേഹം, ഇതെല്ലാം നമ്മൾ വായിച്ചും ഒക്കെ കേട്ടും അനുഭവിച്ചിട്ടുണ്ട്. കുന്തിയെ സമാധാനിപ്പിക്കാനാണെങ്കിലും പാഞ്ചാലിയുടെ പരിഭവം തീർക്കാനാണെങ്കിലും ഗാന്ധാരിയുടെ ശാപം കേൾക്കുമ്പോഴാണെങ്കിലും ദുര്യോധനൻ്റെ ധിക്കാരം ഏൽക്കുമ്പോഴും പാർത്ഥൻ്റെ ഭയമകറ്റിയിട്ട് ഗീത ഉപദേശിക്കുമ്പോഴും വിതുരൻ്റെ വിരുന്നിന് പോകുമ്പോഴും പാർത്ഥൻ്റെ തേര് തെളിക്കുമ്പോഴും ഭീഷ്മർക്ക് സൽഗതി കൊടുക്കുമ്പോഴും എപ്പോഴും
ശ്രീകൃഷ്ണ ഭഗവാൻ ഒരേപോലെ നേതാവും ഗുരുവും പൗരനും മഹർഷിയും എല്ലാമായിരുന്നു. മനുഷ്യത്വം, ബുദ്ധിശക്തി, ധൈര്യം, ദയ, സഹാനുഭൂതി, ഒരേ സമയം തന്നെ ദിവ്യനും മനുഷ്യനും. അതുകൊണ്ട് തന്നെ ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി എന്ന് മേൽപ്പത്തൂർ പറഞ്ഞു. എത്ര മനോഹരമാണ് ശ്രീകൃഷ്ണ രൂപം! ഇത് കേവലം ശാരീരിക സൗന്ദര്യം മാത്രമാണോ? അല്ല, അത് ഹൃദയത്തിൻ്റെ മങ്ങാത്ത സൗന്ദര്യമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളും അവയുടെ പൂർണ്ണതയിൽ സൗന്ദര്യ തികവിൽ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പേരാണ് ശ്രീകൃഷ്ണൻ. എന്താണ് ഭഗവാനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? ഈ ലോക ജീവിതം എന്താകണം, എങ്ങനെ ആകണം, അത് ഭഗവാൻ തൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരണം. എവിടെയൊക്കെ പരാജയപ്പെടുമ്പോൾ പോലും അതിനെ പോലും ആഘോഷമായി കൊണ്ടാടിയ മഹാഗുരു, മറ്റുള്ളവരെ കരയിക്കാതെ ചിരിച്ചു ജീവിക്കാൻ കാണിച്ചു തന്ന ലോകഗുരു, സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതും അതായിരുന്നു ആത്മാനന്ദത്തിൻ്റെ മനോഹരമായ പുഞ്ചിരി. സമസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാതൃക. ഒരു രാജകുമാരനായിട്ട് ജനിച്ചിട്ടും സാധാരണക്കാരുടെ ഇടയിലും രാജാക്കന്മാരുടെ ഇടയിലും ഒക്കെ അവരിൽ ഒരാളായി ജീവിച്ചു. കാലികളെ മേയ്ക്കാനാണെങ്കിലും തേര് തെളിക്കാനാണെങ്കിലും മറ്റുള്ളവരുടെ പാദം കഴുകാനാണെങ്കിലും എച്ചിലില എടുക്കാനും മാത്രമല്ല അധർമ്മികളുടെ അടുത്ത് ശാന്തിദൂതനാകാനും അവിടുന്ന് തയ്യാറായി. അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ നല്ലൊരു സാമൂഹ്യ വിപ്ലവകാരിയാണ് ഭഗവാൻ. അച്ഛൻ നടത്താൻ ഉദ്ദേശിച്ച ഇന്ദ്രയാഗം നിർത്തിവെപ്പിച്ചിട്ട് ഗോവർദ്ധനെ പൂജിച്ചു. മഴമേഘങ്ങളെ തടഞ്ഞ് മഴ പെയ്യിക്കുന്നത് പർവ്വതങ്ങളാണ് എന്ന് ഭഗവാൻ നമ്മളെപ്പോലുള്ളവരെയൊക്കെ പഠിപ്പിച്ചു. നല്ല പ്രകൃതി സംരക്ഷണം, സ്ത്രീ സംരക്ഷണം, നദീ സംരക്ഷണം, ഗോസംരക്ഷണം, സമൂഹ സംരക്ഷണം, ഇതെല്ലാം ഈ ശ്രീകൃഷ്ണ അവതാരത്തിൽ കൂടി നമുക്ക് കാണാം. അങ്ങനെ ഉള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനാണ് മയാ കിം ഭദ്രം ആചരിതം പരമം കിം തപസ്തപതം അർഹതേ കിം ദത്തം. എന്ത് യാഗമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, എന്ത് വ്രതോപാസാദികളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, എന്തൊരു തപസ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, എന്ത് ദാനമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അക്രൂരൻ എന്ന മഹാഭാഗവതൻ, അല്പം പോലും ക്രൂരതയില്ലാത്ത മനസ്സിൻ്റെ ഉടമ, സദാ കൃഷ്ണഭക്തൻ, ഉത്കൃഷ്ടമായിരിക്കുന്ന ഭഗവത് ഭക്തിയോടുകൂടി മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്ന മഹാഭാഗ്യശാലി, അതിബുദ്ധിമാൻ, അതിഭക്തൻ. എത്രയാണ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയാൻ വയ്യ. അത്രയും ഈശ്വരഭക്തി. പൂർണ്ണബ്രഹ്മമായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കാണാൻ തക്ക സുഹൃതം എന്താണാവോ ഞാൻ ചെയ്തത് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അങ്ങനെ ആ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നതായിരിക്കുന്ന അക്രൂരനെ സുഖോപവിഷ്ടപര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥാൻ സർവാൻ പഥിയാൻ സചകാരഃ കിം അലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാഭി തൽപരാ രാജന്നഹി വാഞ്ചന്തി കിഞ്ചന സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുതാ സൂൽസു വൃത്തം കംസസ്യ പപ്രച്ഛന്യചികീർഷിതം. ഭഗവാൻ എത്ര അത്യാദരവോടുകൂടിയാണ് ആ തൻ്റെ ഭക്തനെ, തൻ്റെ എല്ലാമായിരിക്കുന്ന അക്രൂരനെ സ്നേഹിച്ചത്. പരിശുദ്ധമായിരിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തോടു കൂടിയാണ് ഭഗവാൻ അക്രൂരനെ എതിരേറ്റത്. തൻ്റെ സുന്ദരമായിരിക്കുന്ന കട്ടിലിൽ പിടിച്ചിരുത്തി ആ അത്യാദരവത്തോടുകൂടി അക്രൂരൻ എന്ന ഭാഗവതനെ അങ്ങനെ ആലിംഗനം ചെയ്ത്
വേണ്ടതായിരിക്കുന്ന ഉപചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അക്രൂരൻ മധുരയിൽ നിന്ന് പോന്ന് ഇവിടെ എത്തുന്ന നിമിഷം വരെ തൻ്റെ മനോരഥം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ടോ ആ സൗഭാഗ്യങ്ങളെല്ലാം പൂവണിഞ്ഞതായി അദ്ദേഹം സന്തോഷിച്ചു. ശ്രീഭഗവതിയുടെ ആസ്ഥാനമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ പ്രസാദിച്ചാൽ അലഭ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. എത്രമാത്രം സ്നേഹം, എങ്ങനെ അദ്ദേഹത്തിന് ഇത് കിട്ടി? എത്രയോ കാലത്തെ ഫലാപേക്ഷയില്ലാതെ കണ്ട് പരമപ്രേമത്തോടുകൂടി ഭഗവാനെ ഭജിച്ചു. എത്രയോ കഥാശ്രവണം നടത്തി അദ്ദേഹം. എത്രയോ പ്രാവശ്യം, എത്രയോ കാലങ്ങളായി കണ്ണനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം തൻ്റെ പ്രേമം കൊണ്ട്, തൻ്റെ കഥാശ്രവണം കൊണ്ട്, സ്നേഹം കൊണ്ട്, ചിന്തനം കൊണ്ട് അദ്ദേഹം തൻ്റെ സ്വദേഹത്തെയും വ്യാപാരത്തെയും ഒക്കെ മറന്നു. അതിൻ്റെ ഫലം എന്തായി? പരിപൂർണമായിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ ത്യാഗം കൊണ്ട് അദ്ദേഹം കണ്ടെത്തി ശ്രീകൃഷ്ണ ദർശനം. അത് തന്നെയാണ് നിരോധം എന്ന ലീലയോടുകൂടി ദശമസ്കന്ധം നമുക്കും പറഞ്ഞു തരിക. ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയല്ലോ ഭഗവാനെ. ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിനെ വേണ്ട ആതിഥ്യ മര്യാദകളൊക്കെ ചെയ്തുകൊണ്ട് ചോദിച്ചു. അത്താഴമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ചോദിച്ചു ബന്ധുക്കളായവരോടൊക്കെ, എൻ്റെയും അങ്ങയുടെയും ഒക്കെ ബന്ധുക്കളായിരിക്കുന്ന ആളുകളോടൊക്കെ ആ കംസൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഉള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ അക്രൂരനോട് ചോദിച്ചറിഞ്ഞു. എല്ലാവർക്കും നന്മ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന്റെ ആ വാക്കുകൾ തുടങ്ങുന്നത് തന്നെ, ചോദ്യങ്ങൾ തുടങ്ങിയത് തന്നെ. താതാ സൗമ്യാഗത കച്ചിൽ സ്വാഗതം ഭദ്രമസ്തുവ അഭിസ്വജ്ഞാതിബന്ധൂനാം അനമീമം അനാമയം. അത് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ തന്നെ. വഴിയാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കെല്ലാം സൗഖ്യമല്ലേ? എല്ലാവരും രാഗാദി ദ്വേഷങ്ങളൊക്കെ വെടിഞ്ഞ് ആരോഗ്യത്തോടു കൂടി ഇരിക്കണ്ടല്ലോ അല്ലേ? നമ്മുടെ കുലത്തിന് മഹാരോഗമായ, പേരിന് മാത്രം അമ്മാവനായ കംസൻ ഇത്രയും ഊക്കോടെ ശക്തനായിട്ടിരിക്കുമ്പോൾ ക്ഷേമാന്വേഷണങ്ങൾക്ക് പ്രസക്തിയില്ല. എന്നാലും ഞങ്ങൾ കാരണം എൻ്റെ മാതാപിതാക്കൾ വസുദേവരും ദേവകിയും എത്ര ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവർക്ക് പുത്രമരണമുള്ള ദുഃഖങ്ങൾ, ബന്ധനം, ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നില്ലേ? ഇപ്പോൾ എനിക്കെന്താ അവരെയൊക്കെ കാണാൻ, സ്വന്തക്കാരായവരെ കാണാൻ എനിക്കും ജ്യേഷ്ഠനും നല്ല താല്പര്യമുണ്ട്. അങ്ങയെ കാണാൻ സാധിച്ചതും വളരെ സന്തോഷം, മഹാഭാഗ്യം തന്നെ. അങ്ങിപ്പോൾ വരവാനുള്ള കാരണം എന്താണ്? സഞ്ജാതം വർണ്യതാം താത തവാഗമന കാരണം. ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന ഈ ചോദ്യങ്ങൾ, അമൃതമൊഴികൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ അദ്ദേഹം എന്തെന്നില്ലാതെ കണ്ട് ആനന്ദിച്ചു. എത്ര ഭംഗിയാണ്! കണ്ണനെ അങ്ങനെ നോക്കിയിരുന്നു അത്ര അദ്ദേഹം. പീലിത്തിരുമുടി ഭംഗിയും ഗോപിയും ചേലിൽ ചലിക്കുന്ന ചില്ലികളും അങ്ങനെ അക്രൂരൻ കണ്ടാൻ കുഹു നിറമങ്ങാതെ നെറ്റിയിലാടുന്നതും ചന്താമര നവപത്രമിഴികൾ തൻ ചന്തവുമായ തിലഞ്ജനവും പൂർണ്ണദ്യുതിയോടും മിന്നും മകരാഭ കർണാഭരണവും കണ്ടാനവൻ. ഇന്ദ്രനീലരത്നാദർശ സുഗന്ധവും സാന്ദ്രമോദം കണ്ടാൻ നാസികയും ചാരുചിബൂകവും കാരുണ്യസിന്ധോനിൻ പേരുറ്റ കണ്ഠവും കണ്ടാനവൻ. മണ്ടുന്ന നിന്നുടെ
പുഞ്ചിരി ജ്യോത്സ്നയും കൊണ്ടലിടയുന്ന വർണ്ണമതും മാറിലിളകുന്ന മാലകളും കണ്ടാൻ കുഴോലും വേണുവും തൃക്കരത്തിൽ ഊതാതെ കാറ്റിനാൽ താനേ ഉദിക്കുന്ന നാദമാം സീധുവുമാസ്വദിച്ചാൻ എത്രയോ ഭക്തർ തൻ മൗലിയിലർപ്പിച്ച ചിത്രതര കരപത്മത്തെയും അങ്കുലിയവും അതിലങ്കുലിയങ്ങളും ഭംഗിയിൽ കൈകളിൽ കങ്കണവും സർവത്ര വാഴുന്ന നിന്നിലവൻ കണ്ടാൻ സർവവും കോലുമുതരുമതും കിങ്ങിണിച്ചാർത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ ഭംഗിയേറും പട്ടും കണ്ടാനവൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ രൂപത്തിനെ ആ അക്രൂരൻ എന്ന മഹാഭാഗവതൻ അല്പനേരം അങ്ങനെ നോക്കിയിരുന്നു. അഴകിൻ്റെ അഴകല്ലേ കണ്ണാ. അവിടുന്ന് എന്തിനാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്? ഭക്തനെ നിർവൃതിയിൽ ആടിക്കാൻ വേണ്ടി. അത് മാത്രമേ അവിടത്തേക്ക് ആവശ്യമുള്ളൂ. താനും ഭക്തനും രണ്ടല്ല എന്ന് കാണിക്കാൻ. താൻ ഏതൊരു പരമാനന്ദ സ്വരൂപമായിട്ടിരിക്കുന്നുണ്ടോ തന്നിലേക്ക് വരുന്ന ഭക്തനും അതേപോലെ ആയിത്തീരണം. അത് നേത്രൈ ശ്രോത്രൈച്ച പിത്വ അത് അനുഭവിച്ചു ആ അക്രൂരൻ കണ്ണുകൊണ്ടും കാതുകൊണ്ടും. അതിനു വേണ്ടിയിട്ടായിരിക്കും പൊന്നുണ്ണിക്കണ്ണൻ ഇത്രയും സുന്ദരമായിരിക്കുന്ന രൂപത്തിൽ ഏട്ടനോടൊപ്പം അക്രൂരൻ്റെ രണ്ട് ഭാഗത്തും ഇരുന്നു കൊണ്ട് ഈ ചോദ്യങ്ങൾ. ഉൽപ്പത്തിയും പ്രളയം ചെയ്വ ഭൂതാനാം ആഗതിയും ഗതി വേത്തി വിദ്യാം അവിദ്യാം ച സ വാച്യോ ഭഗവാൻ ഇതി. ഭഗവാനോട് എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ ഈ ലോകത്തിൽ? ഒന്നുമില്ല. എല്ലാവരുടെയും ഒരു ഉറുമ്പിൻ്റെ പദചലനം പോലും അറിയുന്നവനാണ് ഭഗവാൻ. അവിടത്തോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം അറിയുന്നവനാണ്. ഒന്നും മറയ്ക്കേണ്ടതുണ്ടോ ഭഗവാനോട്? കണ്ണാ, ആ കാര്യം ഞാൻ പറയണില്ല കേട്ടോ. മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം അറിയാം അവിടത്തേക്ക്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ആരെങ്കിലും ശത്രുക്കളുണ്ടോ? അതുമില്ല. ആരെങ്കിലും മിത്രങ്ങളായിട്ടുണ്ടോ? അതില്ല. ആരെങ്കിലും സ്നേഹിതന്മാരായിട്ടുണ്ടോ? അതും പറയാനില്ല. ഇങ്ങനെ ഏതു തരത്തിൽ നോക്കിയാലും നിർമുക്തം നിത്യമുക്തനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിനെ അവിടുന്ന് ആരാണെന്ന് പണ്ട് തന്നെ കംസന് ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വസുദേവരുടെയും ദേവകിയുടെയും പുത്രഭാവത്തിൽ അവതരിച്ചിരിക്കുന്നു അങ്ങയുടെ ഘാതകനായിട്ട് സാക്ഷാൽ ഭഗവാൻ ഈശ്വരൻ. അത് കേട്ട നിമിഷം മോൾക്ക് യാദവരോട് ശത്രുതാഭാവം, വസുദേവരെ വധിക്കാനുള്ള ഉദ്യമങ്ങൾ, ഇതൊക്കെ ചെയ്തതായിരിക്കുന്ന ആ കംസനാണ് കണ്ണാ എന്നെ അവിടത്തെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പറഞ്ഞയച്ചത്. ഏട്ടനും അനിയനും ഈ അക്രൂരൻ്റെ വാക്കുകൾ കേട്ടോടുകൂടി ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്തുകൊണ്ടാ? കംസൻ ആരാണ്, എന്താണ്, ഇനി എന്താവാൻ പോണു, എല്ലാം അറിയുന്ന ഭഗവാൻ. ഭൂതവും ഭവ്യവും വർത്തമാനവും എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് എത്രയോ ആളുകളെ ഭഗവാൻ ആ കംസൻ ഭഗവാന്റെ അടുത്തേക്ക് വിട്ടു. കണ്ടവർ തിരിച്ചു ചെന്നില്ല ആ കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. കാരണം എത്ര അഴകാണ് കണ്ണനെ കാണാൻ. എത്ര കണ്ടാലാണ് മതി വരിക? കണ്ടവരെല്ലാം ദുഷ്ടന്മാരാണ് എന്ന് തോന്നിയെങ്കിലും അവരെല്ലാം നോക്കി നിന്നു. തൃക്കൈയിൽ 4 ശംഖഗദാംബുജങ്ങൾ, മാറത്തുമാല മുടിയിൽ കനക കിരീടം, പീതാംബരം കടിയിൽ അങ്കികളിൽ ചിലമ്പി, വേഷത്തിൽ മിന്നിയൊരു സുന്ദര നീലബാലൻ. അതിമനോഹരമായിരിക്കുന്ന ആ രൂപത്തിനെ ആർക്കാണ് മതി വരിക? കണ്ടവർ ആരെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല.
പ്രലംബക മഹാശനൈ മുഷ്ടികാരുഷദ്യൂത പൂതന കേശിധേനുകൈ. ഓരോരുത്തരും ചെല്ലുന്നവർ കാർവില്ലുപോലെ വലുതാക്കിയ ശൈവചാപം പൊട്ടിച്ച വേളയിൽ തീർത്ത ഭടോൽക്കരത്തെ വില്ലിൻ്റെ തന്നെ മുറി വീശി അടിച്ചു കൊന്ന് വീഴ്ത്തുന്ന വിക്രമിയെ മാനസമേ സ്മരിക്കൂ എന്നുള്ള ഭാവത്തിലാണ് ഓരോരുത്തരും. അവരെല്ലാം ചെന്ന് പറയാതെ കണ്ടിരുന്നപ്പോൾ ആ കംസന് വീണ്ടും ശ്രീനാരദ മഹർഷിയുടെ ഉപദേശം, ധനുർയാഗം നിശ്ചയിക്കൂ, ആ ധനുർയാഗത്തിലേക്ക് വൃന്ദാവനവാസികളെ മുഴുവനും വിളിക്കൂ. അങ്ങനെ വരുമ്പോൾ രാമകൃഷ്ണന്മാരെയും വരുത്താലോ, അങ്ങനെ വരുമ്പോൾ അങ്ങേക്ക് വേണ്ടത് ചെയ്യാം. ആ ഒരു ചിന്തയോടു കൂടിയാണ് അക്രൂരനെ പറഞ്ഞയച്ചിരിക്കുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ സന്തോഷിച്ചു. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദഗോപരോടൊക്കെ പറഞ്ഞു, ധനുർയാഗം നടത്തുന്നു കംസമഹാരാജാവ്, പോവല്ലേ അവിടേക്ക്. ഓരോ നവനവങ്ങളായിരിക്കുന്ന ഭഗവാന്റെ ലീലകൾ അത് ഭാഗവതം പലയിടത്തും പറയുന്നുണ്ട്. എന്നും പുതുമയുള്ളതാണ് അവിടുത്തെ ലീലകൾ ഓരോന്നും. തദ്ദാസ്യമധ്യോപഗത നവപ്രിയ, നവപ്രിയനാണ് ഭഗവാൻ, എന്നും പുതുമയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് അമ്പാടി കഴിഞ്ഞു, വൃന്ദാവനം കഴിഞ്ഞു, ഇനി മധുരാ ലീലകൾ. ഇനി അവിടെ നിൽക്കില്ല, അവിടുന്ന് ദ്വാരകയിലേക്കുള്ള യാത്രയായി. ഇങ്ങനെയാണ് ഭഗവാന്റെ യാത്രകൾ. നവപ്രിയനാണ് ഭഗവാൻ. ഇവിടെയും ആ നവനവങ്ങളായിരിക്കുന്ന ആളുകളെ കാണാൻ, നവനവങ്ങളായിരിക്കുന്ന പ്രകൃതിയെ ആസ്വദിക്കാൻ, ആ പുതിയ രാജ്യത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി കണ്ണനും. അവിടെ വിളിച്ചറിയിപ്പുണ്ടായി. നന്ദഗോപര് അവിടെ എല്ലാവർക്കും നിർദ്ദേശം നൽകി, ഗോപന്മാർക്കെല്ലാം ഗോരസങ്ങളും കാഴ്ചദ്രവ്യങ്ങളും സംഭരിക്കാനും കാളവണ്ടികൾ തയ്യാറാക്കാനും എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നടത്തി. പ്രഭാതത്തിൽ തന്നെ ധനുർയാഗ മഹോത്സവത്തിൻ്റെ വിളംബരങ്ങൾ നടത്തി. അതുകൊണ്ട് ഈ രാമകൃഷ്ണന്മാരെ മധുരയ്ക്ക് കൊണ്ടുപോകാൻ അക്രൂരൻ എന്നൊരാൾ എത്തിയതായിട്ട് നമുക്ക് അറിയിച്ചു. ആ കേട്ട നിമിഷം അവൾക്ക് ഗോപികമാരുടെ ഭാവം മാറി. പരിതാപം വല്ലാതെ കണ്ടുണ്ടായി. കാരണം പരിതപിച്ചുകൊണ്ടിരുന്നു അവർ. ആ ശ്രീകൃഷ്ണ ഭഗവാനെ മറന്ന് ഒരു നിമിഷം പോലും അവർക്കിരിക്കാൻ വയ്യ. ശ്രീകൃഷ്ണൻ്റെ മനോഹരമായിരിക്കുന്ന നടത്തം, ചേഷ്ടകൾ, പുഞ്ചിരി, നോട്ടം, നേരം പോക്കുകൾ, അവിടുത്തെ എത്ര പറഞ്ഞാലും തീരാത്തതായിരിക്കുന്ന ആ ചരിതങ്ങൾ, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ആ ഗോപികമാർ കണ്ണീരൊഴുക്കി. ഭഗവാനിൽ അർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന മനസ്സോടുകൂടി അവരോരോരുത്തരും എപ്പോഴും കണ്ണനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ അവർക്കുള്ളൂ. കണ്ണനെ അലങ്കരിക്കാനും കണ്ണൻ്റെ പിന്നാലെ നടക്കാനും ആ കൃഷ്ണകഥകൾ കേൾക്കാനും പാടാനും അല്ലാതെ കണ്ട് മറ്റൊന്നും അവർക്ക് മോഹമില്ല. അങ്ങനെയുള്ള ആ കണ്ണനെ, ഏട്ടനെയും അനുജനെയും കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നു ഒരക്രൂരൻ. വിരഹദുഃഖം കൊണ്ട് ഭയന്നുകൊണ്ട് ആ ഗോപികമാർ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവർ പരാതി പറഞ്ഞതും ആദ്യം ബ്രഹ്മാവിനോടാണ്. അഹോ വിധാത തവനക്വചിൽ ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിനഃ താം ചാങ്കൃതാർത്ഥാൻ വ്യോനക്ഷപാർത്ഥകം വിക്രീഡിതം തേർഭകചേഷ്ടിതം യഥാ. ആ കണ്ണനെക്കുറിച്ച് അങ്ങേക്ക് അല്പം പോലും ദയ എന്നൊരു കാര്യമില്ലല്ലോ എന്നാണ് ആദ്യത്തെ വാക്ക് തന്നെ. പരസ്പരം മൈത്രി, സ്നേഹം, ഇതുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിണക്കണം. എന്നിട്ടെന്താ, അല്പം കഴിയുമ്പോൾ ആ ബന്ധങ്ങളൊക്കെ ആസ്വദിച്ച് വരുമ്പോഴേക്കും അവരെ അതിൽ നിന്ന് അകറ്റും. എന്തു സുഖമാണ് അങ്ങേക്കുള്ളത്. കുട്ടികളുടെ കളിപ്പാവ പോലെ. തേർഭകചേഷ്ടിതം യഥാ. കുട്ടികൾ കളിപ്പാട്ടം വെച്ച് കളിക്കും. ചിലപ്പോൾ അത് തല്ലിപ്പൊളിച്ച്, നല്ല കളിപ്പാട്ടം കൊടുത്താലും ചിലപ്പോൾ അത് തല്ലിപ്പൊളിച്ച് 4 കഷ്ണമാക്കി കളയണത് പോലെ ഞങ്ങളെയെല്ലാം കൂട്ടിയിണക്കി. ഞങ്ങളുടെ മനസ്സിലിപ്പോൾ
മുകുന്ദവക്ത്രം സുഖപോലമുന്നസം, ആ നീലാളകങ്ങളാൽ ആവൃതമായിരിക്കുന്ന വളരെ ശോഭനമായിരിക്കുന്ന എല്ലാ സന്താപങ്ങളെയും ശമിപ്പിക്കുന്ന മന്ദഹാസാഞ്ചിതമായിരിക്കുന്ന ശ്രീകൃഷ്ണവദനാരവിന്ദത്തെ കാണിച്ചു തന്ന് അതിലൊന്ന് ലയിച്ചു വരുമ്പോഴേക്കും ഒരു നിമിഷത്തിൽ അത് അപ്രത്യക്ഷമാക്കുന്ന അങ്ങയുടെ പ്രവൃത്തി അങ്ങേക്ക് അത്ര അനുയോജ്യമായിട്ട് തോന്നണില്ല. സ്വാഭാവികമായിട്ട് തന്നെ ക്രൂരനായി മാറിയ അങ്ങ് അക്രൂരൻ എന്ന വ്യാജനാമത്തിലൂടെ വന്ന് ഞങ്ങളുടെ എല്ലാമായിരിക്കുന്ന ആ കണ്ണനെ, ആ കണ്ണുകളെ അപഹരിക്കുകയാണ്. അഹോ കഷ്ടം, അഹോ കഷ്ടം എന്ന് മാത്രമേ ഇതിന് പറയാനുള്ളൂ. അക്രൂരനെ ബ്രഹ്മാവായിട്ട് സങ്കല്പിച്ചിട്ടാണ് പിന്നെ ഇതാ ആ ശകാരിക്കുന്നതെല്ലാം. ഈ നന്ദഗോപപുത്രൻ പെട്ടെന്ന് സ്നേഹത്തിന് വിരാമമിടുന്നവനാണ്. എത്രമാത്രം സ്നേഹിച്ചാലും എത്ര കാലം അവൻ്റെ കൂടെ നിന്നാലും അവൻ്റെ കാര്യം എന്താ? പുതിയ പുതിയ സങ്കേതങ്ങൾ തേടിപ്പോവുക. നാമെല്ലാം എല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ ദാസ്യം സ്വീകരിച്ചത്. ഇപ്പം എന്താ? ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെ കണ്ട് ആ കൃഷ്ണൻ പോവാൻ തയ്യാറാവണം. ഞങ്ങളെ ഒന്നും ഇപ്പം അവിടത്തേക്ക് വേണ്ട. ഇപ്പം എന്താ? എപ്പോഴും ആ ചിന്തയോട് കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ എവിടേക്കാണ് കൃഷ്ണൻ പോകാൻ പോണത് ഞങ്ങൾക്കറിയില്ല. പാൽവെണ്ണ തൈരിതുകൾ കട്ടമൃതേത്തു ചെയ്തോൻ, പൂച്ചയ്ക്കു കട്ട മുതലൻ പൊടു പങ്കുവെച്ചൻ, വെണ്ണക്കളങ്ങളൊരു ലക്ഷമടിച്ചുടച്ചോൻ, പെട്ടെന്നു യാത്ര പറയാതെ അവിടേക്കു പോയി, കാലിക്കു കാൽ നുകരുവാൻ തരമേകിടുന്നോൻ, കാൽവെൽപ്പുകൊണ്ടു കുളിർമന്നിനിയത്തിയിടുന്നോൻ, മെയ്യാഭയാൽ മിഴിയിൽ മയ്യെഴുതിച്ചിടുന്നോൻ, എങ്ങോട്ടു പോയൊരുവനോട് മുരച്ചിടാതെ. അതായി ഗോപികമാരുടെ ഭാവം. എല്ലാം ഉപേക്ഷിച്ചു വന്ന ഞങ്ങളെ ഇപ്പം തിരിഞ്ഞു നോക്കണില്ല. എത്രയോ പുണ്യം ചെയ്തിട്ടുണ്ടാവും മധുരാപുരിയിലെ സ്ത്രീകൾ. അവരാണ് ജന്മാന്തര സുഹൃതം ചെയ്തവർ. അവരുടെ മനോരഥങ്ങളെല്ലാം സഫലീകൃതങ്ങളായി. അവർ മോഹിച്ചിട്ടുണ്ടാവും ഈ ശ്രീകൃഷ്ണനെ കാണാൻ. എത്രയോ കാലം ആ കാത്തിരിപ്പിൻ്റെ ഭാഗ്യം, കാത്തിരിപ്പിൻ്റെ ഫലം ഇപ്പം എന്താ? ഭഗവാൻ അങ്ങോട്ട് ചെല്ലണു. പ്രജാധിപനായിരിക്കുന്ന ശ്രീകൃഷ്ണ മുഖാംബോജം അവർ ധാരാളം പാനം ചെയ്യും. എല്ലാവരാലും അനുഗതനാകിയ ശ്രീകൃഷ്ണന് സ്വാതന്ത്ര്യം ഇച്ചിരി കുറയും. നന്ദഗോപരും ഗോപന്മാരും ഒക്കെ ഉണ്ടല്ലോ കൂടെ. എല്ലാവരോടൊപ്പം പോകുമ്പോൾ ഇത്തിരി സ്വാതന്ത്ര്യം കുറയുമെങ്കിലും തൻ്റെ മനോമോഹനമായിരിക്കുന്ന സ്വസിദ്ധമായിരിക്കുന്ന പുഞ്ചിരികളെ കൊണ്ട്, കടാക്ഷങ്ങളെ കൊണ്ട് ആ മധുരാവനിതകളുടെ മനസ്സ് കവരും. അവരുടെ ലജ്ജാഭാരം അടങ്ങിയ മന്ദഹാസാദികൾ വഴിപെട്ട് അവരുടെ കൂടെ കഴിയേണ്ടി വരും. അപ്പോൾ ഇനി ഞങ്ങളെ കാണാൻ സാധിക്കുമോ കണ്ണന്? ഞങ്ങളെ കാണാൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇനി വരികയുണ്ടാവുമോ എപ്പോഴെങ്കിലും? തോന്നണില്ല. ഓരോ ഗോപികമാർക്കും അങ്ങനെ തോന്നി. ഞങ്ങളിൽ നിന്നുള്ള ഇഷ്ടങ്ങളൊക്കെ മറിഞ്ഞു. മൺതയർക്കലം തച്ചു പൊളിച്ച നിന്നെ താടിക്കുവാൻ ഞാൻ വടിയോങ്ങിയപ്പോൾ, പേടിക്കയാൽ ആലില പോൽ വിറച്ച നിൻ പൂവൽ മെയ്യെങ്ങനെ ഞാൻ മറക്കും. വെയിലേറ്റു ദാഹിച്ചുഴലും നിനക്കു പാലാഴിയിൽ ദുർലഭമായ തണ്ണീർ ഞാൻ നൽകവേ നിൻ മിഴിയിൽ സ്ഫുരിച്ചോരാനന്ദവായ്പെങ്ങനെ ഞാൻ മറക്കും. ഇന്നാളൊരിക്കൽ തലവേദനിക്കുമെൻ നെറ്റിമേൽ നീ കളഭം പുരട്ടാൻ കാർവർണ കൈവയ്ക്കവേ ഞാൻ നുകർന്ന ശാന്തിത്തഴപ്പെങ്ങനെ ഞാൻ മറക്കും. ഓരോ ഗോപികയും അങ്ങനെ വിചാരിക്കാൻ തുടങ്ങി. ആ ശ്രീകൃഷ്ണ മധുരാപുരിയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തെ ദർശിക്കാനായിട്ട് ഭാഗ്യം ലഭിക്കുന്ന ദാശാഹകന്മാർ, ഭോജകന്മാർ, വൃഷ്ണികൾ, സത്വതന്മാർ, ഇങ്ങനെ സകല യാദവന്മാർക്കും ഇനി നയനാനന്ദാമൃതമായിരിക്കും.
നയനോത്സവമായിരിക്കും അവർക്കെല്ലാം. ലക്ഷ്മി വല്ലഭനല്ലേ കണ്ണാ നീയെ, സൗന്ദര്യാദി ഗുണങ്ങൾക്കെല്ലാം വിളനിലമല്ലേ കൃഷ്ണ. ആ യാദവരുടെ ഭാഗ്യാതിരേഖത്തിൽ അസൂയ, അക്രൂരിനോട് കോപം, ശ്രീകൃഷ്ണനോടും ഗോപന്മാരോടും പരിഭവം, ഒടുവിലെല്ലാം ഈശ്വരേച്ഛ ഈശ്വരേച്ഛ എന്നുള്ള സമാധാനം. അതാണ് ഗോപികമാരുടെ ഇപ്പോഴത്തെ അവസ്ഥ മുഴുവനും. കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകളെ കൊണ്ട് അവർക്കിതാ മറ്റൊന്നും ചെയ്യാൻ വയ്യാതെ കണ്ടായി മാറി. ശ്രീകൃഷ്ണൻ ഗോകുലവാസികൾക്ക് ജീവനേക്കാൾ പ്രിയങ്കരൻ. ഗോപന്മാരും കൂടെ വരുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ആനന്ദമാണ്. കൂടെ പോകുന്ന ഗോപന്മാർക്കെല്ലാം പ്രതീക്ഷ എന്താണ്? അവിടെ ചെന്നു ധനുയാഗം കഴിഞ്ഞാൽ കണ്ണൻ തിരികെ പോരും അവരോടൊപ്പം ആ വൃന്ദാവനത്തിലേക്ക് എന്ന് ഗോപന്മാരൊക്കെ തീരുമാനിച്ചെങ്കിൽ ഗോപികമാർക്ക് അറിയാം പോയ കൃഷ്ണൻ തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ ആ ഗോപികമാർക്ക് കൃഷ്ണൻ്റെ മനസ്സറിയാം, ഗോപികമാരുടെ മനസ്സ് കണ്ണനും അറിയാം. അതുകൊണ്ട് ആ ഗോപികമാർ അത്രയും ദുഃഖിതരാണ്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അക്രൂരിന് സാധിക്കുമോ? അതൊട്ടില്ലേനും. അദ്ദേഹം ഒട്ടും അശക്തനാണ്, ഒന്നിനും സാധിക്കില്ല, തളർന്നിരിക്കാനല്ലാതെ കണ്ട്. അക്രൂരിൻ്റെ ഉള്ളിലും ഒരു ചെറിയ ഭയം ഇല്ലാതില്ല. കംസൻ്റെ ആ ശക്തി, അതിൻ്റെ മുമ്പിൽ ഈ കൊച്ചു കുട്ടികൾ എന്തൊരഴകാണ് കണ്ണനെ കാണാൻ. ഇങ്ങനെയുള്ള 2 കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ കംസൻ എന്തായാലും ചെയ്യണ്ടാവുക? അതെല്ലാം അക്രൂരിൻ്റെ ഉള്ളിലൊരു ഭയം. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെയും കൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഭഗവാന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവിടത്തേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ക്ഷണഭംഗ സൗഹൃദ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന സ്നേഹത്തോടു കൂടിയുള്ളവനാണ് ഭഗവാൻ. പഴയത് വെടിഞ്ഞ് പുത്തൻ സങ്കേതങ്ങൾ തേടി പോകുന്നവനാണ് ഭഗവാൻ. ഇതെല്ലാം ഗോപികമാർ ചിന്തിക്കുകയാണ്. ഞങ്ങൾ ഗ്രാമീണ സ്ത്രീകൾ പശുക്കളെ മേയ്ക്കാനും പാല് കറക്കാനും തൈരുണ്ടാക്കാനും വെണ്ണയെടുക്കാനും അത് വിറ്റും ഉപജീവനം കഴിക്കുന്ന വെറും പ്രാകൃതർ. എന്നാൽ വ്രതസ്ത്രീകൾ, മധുരാവാസികൾ അതല്ലല്ലോ. അവർ മണിമേടകളിൽ അത്യാഡംബരപൂർവ്വം കഴിയുന്നവർ. അപ്പോൾ അതുകൊണ്ട് കണ്ണൻ അവിടെ ചെല്ലുമ്പോൾ തിരിച്ചു വരില്ല, അതവർ ഉറപ്പിച്ചു. അതുകൊണ്ട് ഓരോ ഗോപിയേക്കും തോന്നി, നമുക്കെല്ലാം ചേർന്ന് ഈ ലക്ഷ്മി വല്ലഭനെ ഒന്ന് തടഞ്ഞു നിർത്തിയാലോ എന്നവർക്ക് ഓരോരുത്തർക്കും തോന്നി. കണ്ണനെ പിരിഞ്ഞിരിക്കാൻ അരനിമിഷം പോലും അശക്തരല്ലേ നമ്മൾ ഓരോരുത്തരും. ആ വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്നു. രാസക്രീഡ ഓർത്തു ഒരല്പനേരം അവർ അനേക രാത്രികളിൽ അതുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനുരാഗ മനോഹരമായിരിക്കുന്ന മന്ദഹാസം, കേൾക്കാൻ ഇമ്പമുള്ള രഹസ്യസല്ലാപം, കടാക്ഷ വീക്ഷണങ്ങൾ, ആലിംഗനം, ഇവയാൽ പരമാനന്ദാനുഭൂതി നിമിഷ നേരം പോലെ കടന്നുപോയി. പശുക്കളെ മേയ്ക്കാൻ പോകുന്ന രാമകൃഷ്ണാദികളെ കാണാനുള്ള എന്തെന്നില്ലാത്ത മോഹം, അവിടുത്തെ വേണുനാദം, മന്ദസ്മിതം, കരുണാകടാക്ഷം, ഇവയൊക്കെ ചിന്തിക്കുമ്പോൾ എങ്ങനെയാ വിരഹം, അതെങ്ങനെ സഹിക്കും? അതാണ് ഓരോ ഗോപിയെയും എപ്പോഴും അവരുടെ ഉള്ളിൽ ചിന്തകൾ അതുമാത്രമേ ഉള്ളൂ. ആ മന്ദസ്മിത ആ കടാക്ഷരസമച്ചില്ലീലതാഭംഗമാവംശീവാദനമാമരന്ത ചരിയിൽ ചാലിച്ച സംഭാഷണം, ആ പ്രേമോൾക്കട നൃത്തമാം ലളിതമാം സഞ്ചാരമിത്യാദിയാം നിൻ ചന്തങ്ങൾ മറക്കുവാൻ മമ മരിച്ചാലും കഴിഞ്ഞിടുമോ? ഓരോ ഗോപിയെയും ഇത് മാത്രമേ ചിന്തിക്കാനുള്ളൂ. ഗോവർദ്ധനക്കുന്നൊരു കയ്യിൽ മറ്റേ തൃക്കൈയിൽ ഓടക്കുഴലിപ്രകാരം സ്മേരാസ്യനായ പൊന്മകനെയൊരാഴ്ച നീ നിന്ന നിൽപ്പെങ്ങനെ ഞാൻ മറക്കും? ഭയം വിനാ കാളിയ പന്നകത്തിൻ സഹസ്രശീർഷങ്ങളിൽ നൃത്തമാടി
മറന്തമൻ കണ്ണിലൊഴിച്ച നിന്റെ തുളുമ്പുമൺ പെങ്ങനെ ഞാൻ മറക്കും. ആ നിത്യവിരഹം എങ്ങനെയാണ് അവർക്ക് താങ്ങാൻ സാധിക്കുക? ആ ദൃഢാനുരാഗത്തിൽ, വിരഹവേദനയിൽ ലജ്ജ വിട്ട് ആ ഗോപികമാർ ഓർക്കനെ ഗോവിന്ദ ദാമോദര മാധവേദി വിലജ്ജ ഉൾഗായതി ആകാശത്തിൽ കാണാം. ആ ലജ്ജ വിട്ടിട്ട് ആ നാമസങ്കീർത്തനം, അവൾ ഘട്ടത്തിൽ ശ്രീകൃഷ്ണ കീർത്തനം മാത്രമാണ് കരണീയമായിട്ടുള്ളത്. അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നും ആ 10 വയസ്സ് പ്രായമായ ഉണ്ണികൃഷ്ണനെ കണ്ടുകൊണ്ട് ആ ഗോപികമാർ ഉറക്കനെ വിളിച്ചതാ മോഹാലസ്യപ്പെട്ട് വീണു. ഗോപീ സമൂഹം വഴിയിൽ കിടന്നു കംസാരിതൻ യാത്ര മുടക്കുവാനായി സന്നദ്ധമായെങ്കിലും അപ്പോഴേക്കും അക്രൂരമാം തേരിളകിക്കഴിഞ്ഞു. അപ്പോഴേക്കും ആ തേര് അണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അക്രൂരരഥം തെളിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദാദി ഗോപന്മാരെല്ലാം ഘോരസങ്ങളോടെ പുറകെ വണ്ടികളിൽ അനുഗമിച്ചു. ആ കണ്ണൻ ഒന്ന് തിരിഞ്ഞു നോക്കി, സ്നേഹത്തോടെ നേർക്കു തിരിഞ്ഞു നോക്കി. പൊന്നോടയൂതി തളയും കിലുക്കി കാർവർണ്ണ നീ കാലികളെ തെളിച്ചു പോകുന്ന പോക്കെങ്ങനെ ഞാൻ മറക്കും. തേരിൽ കരേറി ബലരാമനോടൊത്താനന്ദപൂർവം മധുരയ്ക്കു പോവാൻ സന്നദ്ധനായി നീ മകനെ ഇരുന്നോരാ നിന്നിരിപ്പങ്ങനെ ഞാൻ മറക്കും. ആ ഗോപികമാര് ആ കണ്ണനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ദുഃഖിക്കുന്നതായിരിക്കുന്ന ആ ഗോപികമാരെ ഒന്ന് സമാധാനിപ്പിക്കുന്ന മാതിരി ഒന്ന് തിരിഞ്ഞു നോക്കി. താമസമെന്നേ ഞാൻ മടങ്ങി വരാട്ടോ എന്ന് ഒരു ദൂതം വഴി ഒന്ന് സമാശ്വസിപ്പിച്ചു. ആ രഥത്തിൻ്റെ കൊടി കാണാകാകുന്നത് വരെ, പൊടിപടലങ്ങൾ അടങ്ങുന്നത് വരെ ഗോപികമാർ തങ്ങളുടെ മനസ്സും കൊണ്ടുപോയ ശ്രീകൃഷ്ണനെ നോക്കി അങ്ങനെ ചിത്രം വരച്ചതുപോലെ നിന്നു. നിരാശാഭരിതകളായി ഗ്രഹങ്ങളിലേക്ക് മടങ്ങി. ഇഷ്ടതോഴൻ്റെ അവദാനങ്ങൾ പാടി ശോകം അടക്കിക്കൊണ്ട് ദിനങ്ങളങ്ങനെ തള്ളി നീക്കി. അങ്ങനെ ആ ആനന്ദാശ്രുക്കൾ വിരഹദുഃഖം കൊണ്ട് അവരങ്ങനെ അനുഭവിച്ചു. അങ്ങനെ ആത്മനിവേദനം, ഇതാണ് ജീവൻ മുക്താവസ്ഥ എന്ന ഒരു കാര്യത്തിനെ സജ്ജനങ്ങൾ വർണ്ണിക്കുക. ജീവൻ തൻ്റെ ശരീരത്തിനെ മറന്നു, തൻ്റെ ഗോകുലത്തിനെ മറന്നു, തൻ്റെ ബന്ധുജനങ്ങളെ മറന്നു, പൈക്കളെയും എല്ലാത്തിനെയും മറന്നുകൊണ്ട്, തന്നെ മറന്നുകൊണ്ട് ശ്രീകൃഷ്ണനിൽ ലയിച്ചിരിക്കുന്ന ജീവൻ മുക്താവസ്ഥ. എത്ര രസമായിട്ടാണ് ഭാഗവതം കഥാരൂപത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരണത്. അത് തന്നെയാണ് നമുക്കും വേണ്ടത്, ഈ ആത്മനിവേദനം. ആ ഒരാത്മനിവേദനത്തിന് നമുക്ക് സാധിക്കണില്ല ഗോപികമാരെ പോലെ. അതെന്ന് നമുക്ക് സാധിക്കണോ അന്ന് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, ഭാഗവതാദി പാരായണങ്ങളും ഉപാസനകളും വ്രതങ്ങളും എല്ലാം ഈ ജീവൻ മുക്താവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ലജ്ജ വിട്ട് നാമം ജപിക്കാൻ സാധിക്കുക, ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുക. അങ്ങനെ വളരെ വേഗത്തിൽ രഥേന വായുവേഗേന കാളിന്തി മഖനാശിനി, വളരെ വേഗത്തിലുള്ള ആ രഥത്തിൽ അങ്ങനെ കാളിന്തി തീരത്തെട്ടി. ഉച്ചസമയം മധ്യാഹ്ന ആ സന്ധ്യാവന്ദനങ്ങളൊക്കെ ചെയ്യാനായിക്കൊണ്ട് വൃക്ഷൻ്റെ ചുവട്ടിൽ രഥത്തിലെ ഏട്ടനെയും അനുജനെയും ഇരുത്തിക്കൊണ്ട് അക്രൂരൻ എന്ന മഹാഭാഗവതൻ കാളിന്തിയിലിറങ്ങി. ഏട്ടനും അനിയനും കാളിന്തിയിലിറങ്ങി. ആചമനാദികൾ കഴിഞ്ഞ് നല്ല അതിമനോഹരമായിരിക്കുന്ന ജലം ഇവിടെ പറയണു. സുന്ദരമായിരിക്കുന്ന ആ വെള്ളം അത് കണ്ടപ്പോൾ മൃഷ്ടം മണിപ്രഭം, ഇന്ദ്രനീലവർണ്ണം, രത്നപ്രഭ വിടർത്തുന്ന ആ കാളിന്തി ജലം അതിലിറങ്ങി ആചമനാദികൾ ചെയ്ത് ഒരല്പം പാനം ചെയ്ത് അവരിതാ രഥത്തിൽ കയറി അല്പനേരം വിശ്രമിച്ചു. അങ്ങനെ മധ്യാന്തന സ്നാനം നടത്തിയ അക്രൂരൻ ജലത്തിൽ മുങ്ങി വേദസൂക്തങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ അക്രൂരൻ
പെട്ടെന്ന് കണ്ടു ജലത്തിൽ രാമകൃഷ്ണന്മാരെ. എന്തെന്നില്ലാത്ത പരിഭ്രമത്തോടു കൂടി അവിടുന്ന് ചാടി എഴുന്നേറ്റു. യശോദാമ്മ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, വികൃതികളാണ് കുരഭ കുട്ടികൾ, അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ആ വികൃതികളെ നല്ല ശ്രദ്ധയോടുകൂടിയാണ് കൊണ്ടുപോണത്. എത്ര പെട്ടെന്നാണ് വെള്ളത്തിൽ കണ്ടത്. അക്കൂറിന് സംശയമായി. അദ്ദേഹം വളരെ വേഗത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹം കണ്ടു അവിടെ തന്നെ ഇരിക്കണു, രഥത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്താ അക്കൂരഭ വല്ലാണ്ടിരിക്കണത്? ഒന്നുമില്ല. സന്തോഷമായി അക്കൂറിന്. സമാധാനത്തോടു കൂടി വീണ്ടും മുങ്ങിപ്പോൾ അവർ കണ്ടു ആ സാക്ഷാൽ ഈശ്വരനെ. ഗോപന്മാർക്ക് കാണിച്ചു കൊടുത്തതായിരിക്കുന്ന ആ ബ്രഹ്മഹതത്തിനെ അക്കൂറിന് കാണിച്ചു കൊടുത്തു. തൻ്റെ ഭക്തന് തൻ്റെ ലോകം കാണിച്ചു കൊടുക്കാൻ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലാതെ കണ്ട്, ഈ ഗുരുവായൂരപ്പൻ അല്ലാതെ കണ്ട് വേറെ ആർക്ക് സാധിക്കും? എങ്ങനെ ജലത്തിൽ വന്നു? അക്കൂരൻ പൊങ്ങി വന്ന് നോക്കുമ്പോൾ രഥത്തിലുണ്ട്. വീണ്ടും ഇറങ്ങി നോക്കുമ്പോൾ എല്ലാവരാലും സ്തുതിക്കുന്നതായിരിക്കുന്ന ഭഗവാനെ കണ്ടു. സിദ്ധചാരണഗന്ധൈസുരൈനതഗന്ധരയ്യ സഹസ്രശിരസം ദേവം സഹസ്രഭണമൗലിനം നീലാംബരം വിസശ്വേതം ശൃംഗൈശ്വേതം അവസ്ഥിതം തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മപത്രാരുണേക്ഷണം. ഭക്തന്റെ ഹൃദയത്തിൽ എപ്പോ ഭക്തി ഉറച്ചു വരുമ്പോൾ ഭഗവാൻ വിശ്വരൂപനായിട്ട് വികാസം പ്രാപിക്കുന്നു. മനുഷ്യചിത്തം എങ്ങനെയോ അതേപോലെ ഭഗവാൻ വ്യക്തിക്ക് അനുഭവവേദ്യമാകണം. ഭഗവത് ഭക്തിയിൽ അലിഞ്ഞു ചേർന്ന അക്രൂര ഹൃദയം കേവല കൃഷ്ണരൂപത്തിൽ നിന്ന് വിശ്വരൂപത്തിലേക്ക് കാണാൻ തുടങ്ങുന്ന കാഴ്ചയാണ് നമുക്കിതാ ശ്രീശബ്രഹ്മർഷി മുമ്പിൽ കാണിച്ചു തരുന്നത്. മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തോടെയുള്ള വേഷഭൂഷാദികളോടുകൂടി ആ രൂപത്തിനെ അദ്ദേഹം കണ്ടു. എത്ര ഭംഗിയാണ് കണ്ണനെ കാണാൻ. കുമ്പിട്ട് നിന്ന് സ്തുതിക്കുന്ന സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, അസുരന്മാർ അവരാൽ പരിവൃതനായിട്ട് ഉള്ള രൂപത്തിൽ 1000 ശിരസ്സുകളോടുകൂടി ഓരോ ഭണങ്ങളിലും കിരീടങ്ങളണിഞ്ഞ് നീലവസ്ത്രം ധരിച്ച താമ്രവളയം പോലെ ശുഭ്രവർണ്ണത്തോടുകൂടി 1000 കൊടുമുടികളുള്ള ഒരു പർവ്വതമെന്ന് തോന്നിക്കുന്ന മാതിരി സ്വയം പ്രകാശിക്കുന്നവനായ ആ ആദിശേഷനെ ആദ്യം കണ്ടു. ഒന്നിനൊന്ന് ഉപരി അനേകം വൈകുണ്ഠങ്ങളായിട്ട് ഒരു ഉപനിഷത്തിൽ, മഹാനാരായണോപനിഷത്തിൽ കാണാം. അങ്ങനെയുള്ള ആ ഭഗവാനെ അതിമനോഹരമായിട്ട് കണ്ടു. ആദിശേഷൻ്റെ മടിയിൽ നീലമേഘശ്യാമള വർണ്ണനായി പീതാംബരപ്പെട്ടുടുത്ത് 4 തൃക്കൈകളോടുകൂടി ശാന്തനായി ചെന്താമരതളത്തിൻ്റേതുപോലെ അരുണിമയുള്ള ആ മനോഹരമായിരിക്കുന്ന നേത്രങ്ങളോടുകൂടി മനോഹരമായി പ്രസന്നമായ ശ്രീമുഖത്തോടുകൂടി കൗതുകമുള്ള മന്ദസ്മിതത്തോടുകൂടി ആ നോട്ടത്തോടു കൂടിയിട്ട് കരുണാകടാക്ഷം പൊഴിച്ചുകൊണ്ട് നല്ല പുരികക്കൊടികളോടുകൂടി ഉയർന്ന നാസിയോടുകൂടി ഭംഗിയുള്ള കവിളിത്തടത്തോടുകൂടി അരുണവർണ്ണത്തിലുള്ള ചുണ്ടുകളോട് കൂടിയുള്ള ആ പുരുഷനെ, അങ്ങനെയുള്ള മഹാപുരുഷനെ അക്രൂരൻ ദർശിച്ചു. പ്രലംബപീവരഭുജം തുംഗാസോരസലശ്രിയം കംഭുകണ്ഠം നിമ്നനാഭിം വലിമൽ പല്ലവോദരം ബൃഹൽക്കടിതടശ്രോണീകരഭോരുദ്വയാന്വിതം ചാരുജാനുയുഗം ചാരുജംഘായുകള സംയുതം. നീണ്ടു തടിച്ച കൈത്തണ്ടകൾ, ഉയർന്ന ചുമലുകൾ, മാകുടത്തിൽ മഹാലക്ഷ്മി, ശംഖിനോടത്തെ മനോഹരമായിരിക്കുന്ന കഴുത്ത്, കുഴിഞ്ഞതായിരിക്കുന്ന നാഭി, വലിത്രയത്തോടു കൂടിയിട്ടുള്ളതും ആലില പോലുള്ളതായിട്ടുള്ള ഉദരങ്ങൾ, തടിച്ച അരക്കെട്ട്, ആനയുടെ തുമ്പിക്കൈ പോലുള്ള 2 തുടകൾ, ഭംഗിയുള്ള കാൽമുട്ടുകൾ, മനോഹരങ്ങളായിരിക്കുന്ന കണങ്കാലിണകൾ, ഇവയോടുകൂടിയുള്ള ആ സർവേശ്വരനെ, നാഭിയിൽ താമരയും അത് ബ്രഹ്മാവിനെയും ഇതിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ കൂടി അങ്ങനെയുള്ള വൈകുണ്ഠ സ്വരൂപത്തിനെ അദ്ദേഹം കണ്ടു. പുണ്യ നിര്യാണിയോടി, അതേപോലെ അരുണവർണ്ണമുള്ള നഖങ്ങളുടെ കാന്തി, നല്ല അതിമനോഹരമായിരിക്കുന്ന വിരലുകൾ, ആ അങ്കുഷ്ടങ്ങളാകുന്ന ഇതളുകളെ പരിലസിക്കുന്ന ശ്രീപാദ കമലങ്ങൾ, വിലമതിക്കാനാവാത്ത രത്നസഞ്ചയങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന കിരീടം, കടകങ്ങൾ, തോൾവളകൾ, അതുമാത്രമല്ല മേഖല, യജ്ഞോപവീതം, മുത്തുമാല, തള, കുണ്ടലങ്ങൾ, ഇവയോടെ കൂടിയുള്ള ശോഭ,
ചെന്താമരപ്പൂവിനെ കയ്യിലേറിയിട്ടുണ്ട്. മറ്റൊരു കയ്യിൽ ശംഖം ചക്രം ഗദ എന്നുള്ളത് ധരിച്ചിട്ടുണ്ട്. ശ്രീവത്സം കൊണ്ട് ശോഭിക്കുന്നുണ്ട് ആ വക്ഷസ്. തിളങ്ങുന്നതായിരിക്കുന്ന കൗസ്തുഭരത്നം അണിഞ്ഞിട്ടുണ്ട്. അതിഗംഭീരമായിരിക്കുന്ന വനമാല ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പുരുഷനെ അക്രൂരൻ കണ്ടു. സുനന്ദാന്ത പ്രമുഖയെ പാർഷദൈ സനകാദിഭി സുരേഷേ ബ്രഹ്മരുദ്രാദ്യേ നവഭിച്ഛതിജോത്തമയ്യ പ്രഹ്ലാദ നാരദ വസുപ്രമുഖേ ഭാഗവതോത്തമയ്യ സ്തൂയമാനം ഭൃതൃഗ്ഭാവൈവചോഭി അമലാത്മഭി. പാർഷദന്മാർ മുഖ്യരായിട്ടുള്ള സുനന്ദൻ, നന്ദമുള്ളവർ, സനകാദികൾ, ബ്രഹ്മാവ്, മഹാദേവൻ മുള്ളായിട്ടുള്ള ദേവശ്രേഷ്ഠന്മാർ, അതേപോലെ ബ്രാഹ്മണോത്തമന്മാർ, പ്രഹ്ലാദൻ, നാരദൻ മുള്ളായിട്ടുള്ള ഭാഗവത ഉത്തമന്മാർ, അവരൊക്കെ അവർക്കെന്താ അറിയണോ അതുകൊണ്ട് സ്തുതിക്കണു. ശ്രീ ഭഗവതി, പുഷ്ടി, വാഗ്ദേവത മുള്ളായിട്ടുള്ളവർ, കാന്തി, കീർത്തി, തുഷ്ടി, ഇള, ഊർജ, വിദ്യ, അവിദ്യ, ശക്തി, മായ എന്ന 12 ദേവിമാരാൽ സേവിതനായിരിക്കുന്ന ആ ഭഗവാനെ അക്രൂരൻ കണ്ടു. എന്ന് മാത്രമല്ല, ആ മഹാപുരുഷനെ കണ്ടതായിരിക്കുന്ന അക്രൂരൻ എന്തെന്നില്ലാത്ത ഭക്തി പാരവശ്യത്തോടുകൂടി, രോമാഞ്ചത്തോടുകൂടി, ആനന്ദാതിരേകം കൊണ്ട് ആർദ്രമായിരിക്കുന്ന മനസ്സോടുകൂടി കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹത്തിന്. അങ്ങനെ പതുക്കെ ആ ധൈര്യം അവലംബിച്ചുകൊണ്ട്, ശക്തി സംഭരിച്ചുകൊണ്ട് ആ മഹാപ്രഭുവിനെ വീണ്ടും 2 കൈയും ശിരസിൽ വെച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി തൊണ്ട ഇടറിക്കൊണ്ട് ഭംഗിയായിട്ട് സ്തുതിക്കുകയാണ്. ഇനി ആ സ്തുതിയാണ് നമുക്ക് കേൾക്കാനുള്ളത്. എത്ര കേട്ടാലും പറഞ്ഞാലും മതിവരാത്ത ശ്രീകൃഷ്ണ ലീലകൾ. നമുക്കും അതിനെ ഒന്ന് സ്മരിക്കാൻ സാധിക്കുക, അല്പമെങ്കിലും ആ തിരുനാമം ജപിക്കാൻ സാധിക്കുക. അത് മാത്രമേ നമുക്കും ആവശ്യമുള്ളൂ. ആ സുന്ദരമായിരിക്കുന്ന കൃഷ്ണൻ്റെ തിരുനാമം അത് മാത്രമേ നമുക്കും ആവശ്യമുള്ളൂ. ചാഞ്ചാടും മണികുണ്ടലങ്ങൾ, കവിളത്തമ്പാടി മുറ്റങ്ങളിൽ കൂത്താടും ചരണങ്ങൾ, മാഹിലുലയും ഹാരങ്ങൾ ഹാസാംശുവിൽ ആഹാടും മുഖചന്ദ്ര നമ്പിലലയും നേത്രങ്ങൾ ഗോപി കുലം കൊണ്ടാടും കമനീയ വേഷമിവനാർ വേദാന്ത സന്മാർഗിതന്നെ. ആ രൂപത്തിനെ വീണ്ടും കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ആ സുന്ദര നീലബാലനെ വീണ്ടും കൺകുളക്കെ കാണാൻ, മനസ്സുകൊണ്ട് അതിനെ ആലിംഗനം ചെയ്യാൻ, പൂജിക്കാൻ, അത് നാമം ജപിക്കാൻ, ഇതെല്ലാം നമുക്ക് സാധിക്കട്ടെ. ഈ ഭവദുഃഖങ്ങളെ കൊഴിഞ്ഞ് പരിപൂർണ ശാന്തി വരാൻ അക്രൂരനെ പോലെ, ഗോപികമാരെ പോലെ, ഗോപന്മാരെ പോലെ, യശോദാദേവിയെ പോലെ നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നമോ ഭഗവതേ വാസുദേവായ.